നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ കഥയാണ് ഗ്രാമചുണ്ടിലിയും പട്ടണചുണ്ടിലിയും. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു ചുണ്ടിലി ഉണ്ടായിരുന്നു. അവിടെ ഒരു വയലിൽ അവൻ സസുഖം താമസിച്ചു പോന്നു. പട്ടണത്തിൽ താമസിച്ചിരുന്ന മറ്റൊരു ചുണ്ടിലി അവൻ്റെ കൂട്ടുകാരനായിരുന്നു. ഒരിക്കൽ ഗ്രാമചുണ്ടിലി പട്ടണവാസിയായ തൻ്റെ സുഹൃത്തിനെ വിരുന്നിന് ക്ഷണിച്ചു. രുചിയേറിയ പഴങ്ങളും കിഴങ്ങുകളും കായ്കളും നൽകി ഗ്രാമചുണ്ടിലി തൻ്റെ വിരുന്നുകാരനെ സൽക്കരിച്ചു. പക്ഷേ പട്ടണ പരിഷ്കാരിയായ അവൻ്റെ സുഹൃത്തിന് വിരുന്നൊട്ടും പിടിച്ചില്ല. അവൻ ഗ്രാമചുണ്ടിലിയോട് പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം. ഒരു രുചിയും മണവുമില്ലാത്ത ഈ കായും കിഴങ്ങുമൊക്കെ കഴിച്ച് നീ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു? നീ എൻ്റെ വീട്ടിലേക്ക് വരൂ, രുചിയുള്ള ഭക്ഷണം ഞാൻ നിനക്കു തരാം. പട്ടണചുണ്ടിലിയുടെ ക്ഷണം സ്വീകരിച്ച് ഗ്രാമചുണ്ടിലി ഒരു നാൾ പട്ടണത്തിലെത്തി. പട്ടണചുണ്ടിലി തൻ്റെ കൂട്ടുകാരന് ഈന്തപ്പഴവും റൊട്ടിയും ജാമും ബിസ്ക്കറ്റുമെല്ലാം വിളമ്പി. തീൻമുറിയിൽ ആസ്വദിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന എലികളെ കണ്ട ഒരു പൂച്ച പെട്ടെന്ന് അവർക്കിടയിലേക്ക് ചാടി വീണു. ചുണ്ടിലികൾ ജീവനും കൊണ്ടോടി ഒരിടുങ്ങിയ മാളത്തിൽ കയറി ഒളിച്ചു. ഭീതി പൂണ്ട ഗ്രാമചുണ്ടിലി പട്ടണചുണ്ടിലിയോട് പറഞ്ഞു, എൻ്റെ ചങ്ങാതി, നിന്റെ ജീവിതം എത്ര കഷ്ടമാണ്. ഗ്രാമത്തിൽ എനിക്ക് സമാധാനത്തോടെ ഭക്ഷണമെങ്കിലും കഴിക്കാമല്ലോ. ഗ്രാമജീവിതത്തിൻ്റെ സുഖകരമായ ഓർമ്മയും നുണഞ്ഞ് ഗ്രാമചുണ്ടിലെ കൂട്ടുകാരനോട് വിട പറഞ്ഞു. ഈ കഥയുടെ സാരാംശം എന്തെന്നാൽ, മനസുഖത്തിനപ്പുറമില്ല മറ്റൊരു സുഖവും ഈ ഉലകിൽ. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.